ഈ എക്സാം ഫിയർ എന്നുള്ളത് എല്ലാ കുട്ടികൾക്കും വരുന്ന സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട് ഈ എക്സാം ഫിയർ കാരണം ഒരുപാട് കുട്ടികൾ സൂയിസൈഡ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ എക്സാം എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. ഈ എക്സാം അല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്തായി തീരും എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം എന്തായാലും നമ്മൾ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് എക്സാം ഫിയർ ഉണ്ടാവും. അതെങ്ങനെയാണ് മറികടക്കേണ്ടത് എന്നുള്ളത് ചെറിയ ടിപ്സിലൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഈ സ്ട്രെസ് തോന്നുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങൾ ടെൻഷൻ ഫീൽ ചെയ്യുന്നത്, അത് നിങ്ങളൊരു ബുക്കും പേപ്പറും എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റൈറ്റ് ഡൗൺ ചെയ്ത് വെക്കുക. അപ്പൊ നിങ്ങളുടെ ബ്രെയിനിലുള്ള ആ ഭാരം കുറയ്ക്കാൻ വേണ്ടിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാതെ ഒരു 45 മിനിറ്റ്സ് ഒക്കെ പഠിച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് ബ്രേക്ക് എടുക്കുക. ആ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്റർടൈൻമെന്റ് ചെയ്യാം. അതേപോലെ പോസിറ്റീവായിട്ട് മാത്രം നിങ്ങൾ തിങ്ക് ചെയ്യുക. നിങ്ങൾക്ക് എക്സാമിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നത്, നല്ല കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുന്നത്, അത് മാത്രം നിങ്ങൾ തിങ്ക് ചെയ്തിട്ട് എക്സാം. അപ്പൊ നെഗറ്റീവ് തോട്ട്സ് ഒക്കെ പലതും വരും. ആ നെഗറ്റീവ് തോട്ട്സിനെ വീണ്ടും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കാതെ അത് അവിടെ വെച്ചിട്ട് ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ 5 മിനിറ്റ്സ് മാത്രം പഠിക്കുന്നു വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അത് പിന്നീട് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയിക്കോളും. അതേപോലെ എക്സാം ഹാളിൽ നേരത്തെ എത്താൻ വേണ്ടിട്ട് ശ്രമിക്കുക. ക്വസ്റ്റ്യൻ പേപ്പർ നല്ലതുപോലെ റീഡ് ചെയ്യുക. നിങ്ങൾക്ക് അറിയുന്ന ആൻസേഴ്സ് ഫസ്റ്റ് തന്നെ എഴുതി വെക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരും. വീണ്ടും നിങ്ങൾക്ക് അറിയില്ലാത്ത, നിങ്ങൾക്ക് മറന്നു പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് നിങ്ങൾക്ക് ഓർമ്മയിൽ വന്നോളും. അപ്പൊ എല്ലാവരും ടെൻഷൻ അടിക്കാതെ ലാസ്റ്റ് മിനിറ്റിൽ എന്തൊക്കെയോ വായിച്ചു വിടാതെ, അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾ എത്ര പഠിച്ചു എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾ എത്രത്തോളാണോ പഠിച്ചത്, നിങ്ങളുടെ സ്പീഡ് എങ്ങനെയാണോ അത് മാത്രം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പഠിക്കാൻ വേണ്ടിട്ട് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഈ എക്സാം ഈസി ആയിട്ട് ഫീൽ ചെയ്തോളും. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും. ടെൻഷൻ ഫ്രീ ആയിട്ട് കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ എക്സാം എഴുതുക. ടെൻഷനൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് ഒരു ബ്രീത്ത് ഇൻ ചെയ്തിട്ട് ഒരു പതുക്കെ ഒരു 2 മിനിറ്റ്സ് ഒക്കെ ഹോൾഡ് ചെയ്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്ത് നോക്കുക. അപ്പൊ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കുറേം കൂടി നമുക്ക് ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടിട്ട് സാധിക്കും. അപ്പൊ എല്ലാവർക്കും നല്ല മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ വേണ്ടിട്ട് സാധിക്കും. എല്ലാവരും നല്ല കോൺഫിഡൻസോട് കൂടി തന്നെ എക്സാം എഴുതുക.